ആൾക്കൂട്ടത്തിൽ വെറും ഒരാളായി അവഗണിക്കപ്പെടുന്നത് ആർക്കും ഒട്ടും താല്പര്യമില്ല. ഈ കുടുംബ ഫോട്ടോ ഒക്കെ എടുത്താൽ നാം സാധാരണ അതിലാദ്യം തപ്പുന്നത് ആരെയാണെന്നറിയാമോ? നമ്മെ തന്നെ. ഇതാ നിങ്ങളുടെ ഒരു കുടുംബ ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാം. വർത്തമാനപത്രം കയ്യിൽ കിട്ടിയാൽ ഓരോരുത്തർക്കും താല്പര്യമുള്ള ചില ഭാഗങ്ങളുണ്ടാകും. ചിലർക്ക് തലക്കെട്ടുകൾ മാത്രം കണ്ടാൽ മതി. മറ്റു ചിലർക്ക് എഡിറ്റോറിയലാകുന്നു താല്പര്യം. എനിക്കൊരു അമ്മച്ചിയെ അറിയാം. അവർ പത്രം കിട്ടിയാൽ ആദ്യം വായിക്കുന്നത് മരണവാർത്ത രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പേജാണ്. എന്നാൽ മിക്കവാറും എല്ലാവരും അവഗണിക്കുന്ന ചില ഭാഗങ്ങൾ എല്ലാ പത്രത്തിലുമുണ്ട്. അതെന്തിനാണ് അച്ചടിച്ച് വച്ചിരിക്കുന്നത് എന്ന് പത്രക്കാർക്കും അതിന് പണം മുടക്കിയവർക്കുമേ അറിയൂ. ഉദാഹരണത്തിന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. അങ്ങനെയുള്ള ഒരു ലിസ്റ്റാകുന്നു ബൈബിളിലെ വംശാവലികൾ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലുമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ അഥവാ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം എങ്ങാനും എടുത്താൽ അതിലെ ആദ്യത്തെ 9 അധ്യായങ്ങൾ തിരിഞ്ഞു നോക്കില്ല. ഇത് പേരുകളുടെ ഒരു നീണ്ട ലിസ്റ്റെന്ന് മാത്രമല്ല, നമുക്കൊക്കെ ഉച്ചരിക്കുവാൻ തന്നെ പ്രയാസമുള്ള പേരുകളാണ്. നിങ്ങളെക്കൊണ്ടത് വായിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുകയല്ല കേട്ടോ. ആദ്യത്തെ പേര് മാത്രം ഒന്ന് നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ആദാം. അത് ശരി. അങ്ങനെയെങ്കിൽ ഈ വംശാവലി നിങ്ങളുടെ കുടുംബത്തിൻ്റേത് കൂടിയാണല്ലേ, എൻ്റെ കുടുംബത്തിൻ്റേതും കൂടാ. സകല മനുഷ്യജാതിയെക്കുറിച്ചുമാകുന്നുവല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദാം നമ്മുടെ ദൈവത്തെക്കുറിച്ചാകുന്നു ഇവിടെ പറയുന്നത്. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ദൈവമൊരുക്കിയ പദ്ധതിയുടെ രൂപരേഖയാകുന്നു ഇവിടെ നാം കാണുന്നത്. അവൻ ആരെയും മറന്നിട്ടില്ല. മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പ് പദ്ധതിയിൽ വരാത്ത ഇസ്മായേലും യേശാവും എല്ലാം ഈ ലിസ്റ്റിലുണ്ട്. അത് നാം എല്ലാം ദൈവത്തിൻ്റെ പ്ലാനിലുണ്ട് എന്ന് ഉറപ്പാക്കി തരുന്നതാണ്. നാം കാണുന്ന ഈ ലിസ്റ്റിൽ നിന്ന് ഒരുപാട് കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകും. നമുക്ക് അതുതന്നെ ഒന്ന് നോക്കാം. ദിനവൃത്താന്ത പുസ്തകം ഇന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകങ്ങൾ 1 ദിനവൃത്താന്തം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. ദിനവൃത്താന്ത പുസ്തകങ്ങൾ എടുത്താട്ടെ. 1 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഒന്നും രണ്ടും ദിനവൃത്താന്ത പുസ്തകങ്ങൾ പലതരത്തിലും സാമ്യമുള്ളവയാണ്. ശൗൽ രാജാവ് മുതൽ സിദക്കിയാവ് വരെയുള്ളവരുടെ ചരിത്ര പശ്ചാത്തലമാണ് അവയിൽ നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകങ്ങളുടെ ആവർത്തനം മാത്രമല്ലേ ദിനവൃത്താന്ത പുസ്തകങ്ങൾ എന്ന് ചോദിക്കാനിടയുണ്ട്. ഞാനിതാദ്യം പറയുകയും ചെയ്തു. അല്ല എന്നതാണ് അതിനുള്ള ഉത്തരം. ഗ്രീക്ക് തർജ്ജമക്കാർ ദിനവൃത്താന്ത പുസ്തകങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേര് വിട്ടുപോയ കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ഇത് ഒരു നല്ല പേരാണെങ്കിലും അതും പൂർണ്ണമാകുന്നില്ല. മറ്റ് ചരിത്ര പുസ്തകങ്ങളിൽ വിട്ടുപോയ കാര്യങ്ങൾ മാത്രമല്ല ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ഉള്ളത് എന്നോർക്കണം. ചില കാര്യങ്ങൾ ആവർത്തിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് വിശദീകരിക്കുന്നത് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തന രീതിയായി കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആദ്യം മുതൽ ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാണ് 1-ഉം 2-ഉം ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ കാണുന്നത്. 1-ഉം 2-ഉം ശമൂവേലിൻ്റെ പുസ്തകങ്ങളിലും 1-ഉം 2-ഉം രാജാക്കന്മാരിലും വിശദീകരിച്ച കാര്യങ്ങൾ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്നതായി കാണുന്നു. ചില പ്രധാനപ്പെട്ട വസ്തുതകൾ വീണ്ടും കൂടുതൽ വിശദീകരിക്കുകയും ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന് ചില ഉദാഹരണങ്ങൾ പറയട്ടെ. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകത്തിലാകട്ടെ ദാവീദിൻ്റെ സന്തതി പരമ്പരയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. അതെ, അതുപോലെ തന്നെ വടക്കേ ദേശമെന്നും തെക്കേ ദേശമെന്നും 2ആയി ദേശം വിഭജിക്കപ്പെട്ടതിന് ശേഷം 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ വടക്കേ ദേശം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ദാവീദിൻ്റെ പാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് കാരണമെന്നറിയാമോ? ദൈവം അത് പൂർണ്ണമായി ദാവീദിന് ക്ഷമിച്ചു കൊടുത്തു. പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല.
ദൈവം അങ്ങനെയാണ്. ദൈവം ക്ഷമിക്കുമ്പോൾ അവൻ മറക്കുകയും ചെയ്യുന്നു. താങ്കളുടെ പാപം ഇനിയും ഒരിക്കലും ഓർക്കയില്ല എന്ന് ദൈവം പറഞ്ഞാൽ അതുപോലെയാണ്. നാം ക്ഷമിക്കുമെങ്കിലും മറക്കില്ല. വീണ്ടും വീണ്ടും സന്ദർഭങ്ങൾ വരുമ്പോൾ ഓർമ്മിക്കും. അത് അപ്രകാരം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ദൈവം അങ്ങനെയല്ല. നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന പാപം, അതിന് നാം ക്ഷമ പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവം പിന്നീട് അത് ഓർക്കുന്നില്ല. എത്ര മനോഹരമായ കാര്യമാണതല്ലേ? രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം രാജസിംഹാസനത്തെ ആശ്രയിച്ചാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ യാഗപീഠത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ആശ്രയിച്ചുള്ള ചരിത്രമാണ് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ? ഒന്ന് രാജസിംഹാസനത്തെ ആശ്രയിച്ച്, മറ്റേത് യാഗപീഠത്തെ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രാജകൊട്ടാരമാണ് കേന്ദ്രസ്ഥാനം. ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ദേവാലയമാണ് കേന്ദ്രം. രാജാക്കന്മാരുടെ പുസ്തകം രാഷ്ട്രീയമായ ചരിത്രം നൽകുമ്പോൾ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ മതപരമായ ചരിത്രമാണ് നൽകിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകങ്ങളുടെ വ്യാഖ്യാനമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് വാസ്തവം. രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ആദിയോടന്തം കണ്ടത് ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്നാണ്. അതായത് രാജാക്കന്മാരുടെ പുസ്തകങ്ങളുടെ വ്യാഖ്യാനമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ എന്നർത്ഥം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടും ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ ദൈവിക കാഴ്ചപ്പാടും നമുക്ക് ലഭിക്കുന്നു. വേറൊരു വിധത്തിൽ ഞാൻ പറഞ്ഞാൽ, ദൈവം ഒരു ചരിത്രത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം കാണുന്നത്. മനുഷ്യൻ ചരിത്രത്തെ എപ്രകാരം വീക്ഷിക്കുന്നു എന്നുള്ളതാണ് രാജാക്കന്മാരുടെയും ശമൂവേലിൻ്റെയും പുസ്തകം. എസ്ര ആയിരിക്കണം ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ. എസ്ര, നെഹമ്യാവ് എന്നീ പുസ്തകങ്ങളുടെ ഭാഷയും ശൈലിയും ഇതിന് വളരെ സാമ്യമുണ്ട്. ബാബേൽ പ്രവാസകാലത്താണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ രചിക്കപ്പെട്ടത് എന്ന് വ്യക്തമത്രേ. ആരംഭത്തിൽ ഈ രണ്ട് പുസ്തകങ്ങളും ഒരുമിച്ചൊരു പുസ്തകമായിരുന്നു എന്ന് മാത്രമല്ല, എസ്ര, നെഹമ്യ എന്നീ പുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ചരിത്രം ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളത്. ആദ്യത്തെ 9 അധ്യായങ്ങളിൽ വംശാവലികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മിൽ അനേകരും ഇത് സാധാരണ വായിക്കാറില്ല. ഈ ഭാഗം വരുമ്പോൾ, വംശാവലിയുടെ കാര്യം വരുമ്പോൾ നാം അത് വിട്ടുകളയാണ് പതിവില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചിരിക്കാൻ തുടങ്ങും. ഇത് എപ്രകാരമാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ എന്നോടൊപ്പം ദിനവൃത്താന്ത പുസ്തകം 1 അധ്യായം നോക്കുമെങ്കിൽ ഞാൻ അതിൻ്റെ ആദ്യത്തെ ചില പേരുകളൊന്ന് വായിക്കട്ടെ. ആദാം, ശേത്ത്, ഏനോശ്, കേനോൻ, മഹലേൽ, യാരദ്, ഹാനോക്ക്, മെതൂശലേഹ്, ലാമെഖ്, നോഹ, ശേം, ഹാം, യാഫത്ത്. യാഫത്തിൻ്റെ പുത്രന്മാർ നോക്കണം. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 8 അധ്യായങ്ങളിൽ നാം വായിക്കുന്നത് ഇവരെക്കുറിച്ചാണ്. വംശാവലികൾ ശ്രദ്ധിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്രമാണം ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതായത് തള്ളപ്പെട്ട വംശത്തെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചിരിക്കുന്നു, അതിനുശേഷം യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന വംശത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു, വിശദീകരിച്ചിരിക്കുന്നു. യാഫത്തിൻ്റെ പുത്രന്മാരെക്കുറിച്ചും സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നീട് ഹാമിൻ്റെ വംശം, അവസാനം ശേമിൻ്റെ പുത്രന്മാരെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. ശേമിൻ്റെ വംശം മാത്രമാണ് പിന്നെ തുടരുന്നത്. അത് അബ്രഹാമിലേക്ക് നയിക്കുന്നു. അനന്തരം അബ്രഹാമിൻ്റെ വംശത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്മായേലും അവൻ്റെ പുത്രന്മാരും, കെതൂരയിൽ അബ്രഹാമിനുണ്ടായ പുത്രന്മാരെക്കുറിച്ചും അവസാനം ഇസഹാക്കിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് ഇസഹാക്കിൻ്റെ വംശത്തെയാണ് പിന്തുടരുന്നത്. 1 ഏശാവിൻ്റെ പരമ്പരയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇസഹാക്കിൻ്റെ മറ്റേ പുത്രനായ യാക്കോബിൽ കൂടിയുള്ള യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന വംശം തുടരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 2 അധ്യായത്തിൽ യാക്കോബിൻ്റെ വംശാവലി ആരംഭിക്കുകയും 9 അധ്യായം വരെ അത് തുടരുകയും ചെയ്യുന്നു. 2 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ വരുമ്പോൾ ഇശായിയുടെ വംശാവലിയാണ് കാണുന്നത്. ഇശായിയുടെ മക്കളിൽ ഒരാളാണ് ദാവീദ്. അനന്തരം ദാവീദിനെയാണ് നാം പിന്തുടരുന്നത്. കാരണം കർത്താവായ യേശു ദാവീദിൻ്റെ പുത്രനായിട്ടാണ് ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നത്. 3 അധ്യായത്തിൽ ദാവീദിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻപെങ്ങും സൂചിപ്പിച്ചിട്ടില്ലാത്ത ചില പുത്രന്മാർ ദാവീദിനുണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അവരെക്കുറിച്ച് ശമൂവേലിൻ്റെയും രാജാക്കന്മാരുടെയും പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല.
1 ദിനവൃത്താന്തം 3 അധ്യായത്തിൻ്റെ 5 വാക്യം നാം വായിക്കുമ്പോൾ, യെരുശലേമിൽ വെച്ച് അവന് ജനിച്ചവരാവിത് അമ്മിയേലിൻ്റെ മകളായ ബത്ശുവ പ്രസവിച്ച ശിമേയ, ശോബാബ്, നാഥാൻ, ശലോമോൻ എന്നീ 4 പേരും. ഇവിടെ ശിമേയെക്കുറിച്ചോ ഈ പറയുന്നതായിട്ടുള്ള ശോബാബിനെക്കുറിച്ചോ നമുക്ക് വേറെങ്ങും കാണുവാനായിട്ട് സാധിക്കുന്നിട്ടില്ല. ശലോമോനെ നമുക്കറിയാം. എന്നാൽ ഈ നാഥാൻ ആരാണ്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് വായിക്കുമ്പോൾ വംശാവലി ശലോമോനിൽ കൂടിയല്ല, നാഥാനിൽ കൂടി പോകുന്നതായി കാണുവാൻ കഴിയും. യേശുവിൻ്റെ അമ്മയായ മറിയയുടെ പാരമ്പര്യം നാഥാനിൽ കൂടിയും യോസഫിൻ്റെ വംശം ശലോമോനിൽ കൂടിയുമാണ് കാണുവാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ യേശുക്രിസ്തു നിയമപരമായി അവകാശപ്പെട്ടവനായി ശലോമോനിൽ കൂടി ചരിത്രം അതിനെ കാണിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാകട്ടെ യേശുക്രിസ്തുവിന് രക്തബന്ധപ്രകാരം ദാവീദിൻ്റെ സിംഹാസനാവകാശം നാഥാനിൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇനിയും കാലേബിലും ഗേലയിലും ശിമയോൻ്റെ ഗോത്രത്തിലും കൂടി യഹൂദയുടെ ആ സന്തതികളെക്കുറിച്ചാണ് 4 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. 5 അധ്യായത്തിൽ രൂബേൻ ഗോത്രത്തെക്കുറിച്ച് പ്രവാസം വരെയുള്ള വിവരം സൂചിപ്പിച്ചിരിക്കുന്നു. 5 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ആദ്യജാതനായ രൂബേൻ്റെ പുത്രന്മാർ അവനല്ലോ ആദ്യജാതൻ, എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയ്യെ അശുദ്ധമാക്കിയതുകൊണ്ട് അവൻ്റെ ജ്യേഷ്ഠാവകാശം ഇസ്രായേലിൻ്റെ മകനായ യോസഫിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചു. വംശാവലി ജ്യേഷ്ഠാവകാശപ്രകാരം എണ്ണുവാനുള്ളതല്ല. യഹൂദ തൻ്റെ സഹോദരന്മാരെക്കാൾ പ്രബലനായി തീർന്നു. അവനിൽ നിന്ന് പ്രഭു ഉത്ഭവിച്ചു. ജ്യേഷ്ഠാവകാശമോ യോസഫിന് ലഭിച്ചു. നോക്കണം, ഇവിടെ അതേക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. രൂബേൻ്റെ നഷ്ടപ്പെട്ട ജന്മാവകാശം യഹൂദയ്ക്കല്ല യോസഫിന് നൽകി എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നിരുന്നാലും യഹൂദ നിലനിൽക്കുകയും പ്രഭു യഹൂദയിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്തു. ഗാദ് ഗോത്രത്തെക്കുറിച്ചും മനശ്ശെയുടെ പാതി ഗോത്രത്തെക്കുറിച്ചും അവരുടെ പ്രവാസകാലം വരെയുള്ള ആ സൂചന ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവസാനത്തെ 2 വാക്യങ്ങളിൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതിൻ്റെ കാരണവും പറഞ്ഞിരിക്കുന്നതായി കാണുന്നു. 25-26 വാക്യങ്ങൾ. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. ദൈവം അവരുടെ മുൻപിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞ ദേശത്തെ ജാതികളുടെ ദേവന്മാരോട് ചേർന്നു പരസംഗമായി നടന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവം അശൂർ രാജാവായ പൂലിൻ്റെയും അശൂർ രാജാവായ തിഗ്ലത്ത് പിൽനെസേറിൻ്റെയും മനസ്സുണർത്തി. അവൻ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശെയുടെ പാതി ഗോത്രത്തെയും പിടിച്ച് ഹലഹിലിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീതീരത്തേക്കും കൊണ്ടുപോയി. അവിടെ അവർ ഇന്നുവരെയും ഇരിക്കുന്നു. പുരോഹിത കുടുംബമായ ലേവി ഗോത്രത്തെക്കുറിച്ചാണ് 6 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇസാക്കാർ, ബെന്യാമിൻ, നഫ്താലി, മനശ്ശെ, എഫ്രൈം, അശേർ എന്നീ ഗോത്രങ്ങളുടെ വംശാവലി 7 അധ്യായത്തിൽ നൽകിയിരിക്കുന്നു. ഇവരെല്ലാം അശൂർ പ്രവാസത്തിലേക്ക് പോയി. ബെന്യാമിൻ ഗോത്രത്തിൻ്റെ വംശാവലി 8 അധ്യായത്തിൽ നൽകിയിരിക്കുന്നു. ശൗലിനെയും അതുപോലെ തന്നെ യോനാഥാനെയും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. വംശാവലി സംരക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള അതിമഹത്തായ ഒരു പ്രസ്താവനയോടുകൂടിയാണ് 9 അധ്യായം ആരംഭിക്കുന്നത്. 9 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദയെയോ അവരുടെ അകൃത്യം നിമിത്തം ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിൻ്റെയും വംശാവലികൾ ദേവാലയത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു. ജനം പ്രവാസത്തിലേക്ക് പോകുന്നത് വരെ അതിൽ പേരുകൾ ഉൾപ്പെടുത്തുന്നതിന് കഴിയുമായിരുന്നു. എന്തായിരുന്നാലും വംശാവലികൾ സംരക്ഷിക്കപ്പെടുകയും യെരുശലേമിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്തു. മടങ്ങി വന്ന ശേഷിപ്പ് ദേവാലയം പുതുക്കി പണിതപ്പോൾ വംശാവലികൾ അവിടെ ഉണ്ടായിരുന്നു. കർത്താവായ യേശുവിൻ്റെ ജനന സമയത്ത് ഈ വംശാവലികൾ കൃത്യമായി സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, യേശുവിൻ്റെ ശത്രുക്കൾ അവരുടെ വംശാവലി ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നിരിക്കണം. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ?
എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ യോസഫിൻ്റെ വംശാവലിയാണ് ലഭിക്കുന്നത്. അവനിൽ നിന്ന് സിംഹാസനത്തിനുള്ള നിയമപരമായ അവകാശം യേശുവിന് ലഭിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മറിയയുടെ വംശാവലിയാണ് ലഭിക്കുന്നത്. അതിൽ കൂടി ദാവീദിൻ്റെ സിംഹാസനത്തിനുള്ള രക്തബന്ധം യേശുവിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നാം അറിയുന്നിടത്തോളം യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെ സംബന്ധിച്ച് യാതൊരു വിധമായ സംശയവും അന്ന് ഉണ്ടായിരുന്നില്ല. അത് ശരിയായിരുന്നു എന്ന് മാത്രമല്ല, എല്ലാവരും അത് പരിശോധിക്കുവാനായി ലഭ്യവുമായിരുന്നു. AD 70 ദേവാലയം തീത്തൂസിനാൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ വംശാവലികളും നശിപ്പിക്കപ്പെട്ടിരിക്കാനിടയുണ്ട്. എന്നാൽ ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിൽ പ്രവാസകാലം വരെ ഉണ്ടായിരുന്ന വംശാവലി നമുക്ക് ലഭിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട വസ്തുതയത്രേ. പിന്നീട് മടങ്ങി വന്ന ശേഷം ഇസ്രായേലിലെ ശേഷിപ്പിൻ്റെ വംശാവലി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം വരെ തുടരുകയും ചെയ്തു. യേശുവിൻ്റെ ജനനത്തിന് ശേഷം വംശാവലികളുടെ രേഖ അപ്രത്യക്ഷമായി. എന്താണ് കാരണം എന്ന് നിങ്ങൾക്കറിയാമോ? കാരണം യഥാർത്ഥ മനുഷ്യനായിരുന്ന യേശു, നാം അവനെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് ദൈവം കരുതി. അത് ദൈവത്തിനറിയാമായിരുന്നു. യേശു ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നു എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. യേശുക്രിസ്തു ആദാമിൻ്റെ പരമ്പരയിലാണ് വന്നത് എന്ന് നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവൻ അവസാനത്തെ ആദാമാണ്. മൂന്നാമത്തെ ഒരു ആൾ ഉണ്ടായിരിക്കുകയില്ല. ഈ ഭൂമിയിലെ അവസാനത്തെ കുടുംബത്തിൻ്റെ തലയാണ് യേശു. 2 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ, ആദാമിൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ കുടുംബവും. ആദാമിൻ്റെ കുടുംബം നഷ്ടപ്പെട്ട കുടുംബമാണ്. ഞാനും നിങ്ങളും ആ കുടുംബത്തിൽ ജനിച്ചവരാണ്. നാം ജന്മനാ പാപികളാണ്, ദൈവത്തിൽ നിന്ന് അകലപ്പെട്ടവർ, ദൈവത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയവർ. ഇന്ന് നാം ലോകത്തിൽ കണ്ണോടിച്ചു നോക്കിയാൽ ഈ അകൽച്ച കാണുവാൻ കഴിയും. മനുഷ്യ കുടുംബം മുഴുവൻ ആദാമിൻ്റെ കുടുംബത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. ആദാമിൽ നമുക്ക് വെറും നിരാശ മാത്രമാണ് കാണുവാനുള്ളത്, ദുഃഖത്തിന്മേൽ ദുഃഖം. അവിടെ സന്തോഷിക്കുവാൻ യാതൊന്നുമില്ല. എന്നാൽ അവസാനത്തെ ആദാമായ ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അതെ, ആ മറ്റേ കുടുംബമായ ദൈവ കുടുംബത്തിൻ്റെ നായകനാണവൻ. 2ാം മനുഷ്യൻ എന്നാണ് അവൻ്റെ പേര്. കാരണം മറ്റേ കുടുംബത്തിലെ അനേകം ആളുകളെ അവൻ ഈ പുതിയ കുടുംബത്തിലാക്കി തീർക്കുവാൻ കഴിയും എന്നത് തന്നെ. ആ വംശാവലി ആരംഭിക്കുന്നത് ആത്മാവിനാൽ ജനിച്ചവരിൽ കൂടിയാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് അവനിൽ ആശ്രയിച്ച് അവൻ എൻ്റെ രക്ഷകനായി തീർന്നു, ദൈവത്തിൻ്റെ ആത്മാവ് അവനെ എനിക്ക് വാസ്തവമായി തന്നിരിക്കുന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുമെങ്കിൽ താങ്കൾ അവസാനത്തെ ആദാമിൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുന്നു, ഒടുക്കത്തെ ആദാമിൻ്റെ കുടുംബത്തിൽ. ആ കുടുംബത്തിൽ ജീവനുണ്ട്. ജീവൻ നൽകുവാനാണ് യേശു വന്നത് എന്നത്രേ അവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജീവനാകുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറഞ്ഞു. വെറും അസ്തിത്വം മാത്രമല്ല, ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുകയാണ് യേശു ചെയ്യുന്നത്. അവനോട് കൂടെയുള്ള സഞ്ചാരം അവസാനം സ്വർഗത്തിൽ, അതായത് അവൻ്റെ സന്നിധിയിൽ എത്തിക്കുന്നതാണ്. 9-ാം അധ്യായത്തിൻ്റെ ശേഷിച്ച ഭാഗത്ത് ലേവി ഗോത്രത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത് അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രായേല്യരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയദാസന്മാരുമായിരുന്നു. നോക്കണം, ഇസ്രായേല്യരിൽ ഒന്നാമത്തവർ ലേവി ഗോത്രക്കാരായിരുന്നു എന്നാണ് ഇതിനർത്ഥം. ഒന്നാമത് പുരോഹിതന്മാർ, അതായത് ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നവർ. പിന്നീട് ലേവ്യർ. ലേവി ഗോത്രത്തിൽപ്പെട്ട എല്ലാ ആളുകളും പുരോഹിതന്മാരായി സേവ ചെയ്തിരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ ദേവാലയ സൂക്ഷിപ്പുകാരായിരുന്നു. തുടർന്ന് ശുശ്രൂഷക്കാരായിരുന്നവരെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. അവർ അടിമകളായിരുന്നിരിക്കാം. ഇസ്രായേലിൽ അടിമകൾ ഉണ്ടായിരുന്നുവോ ഇല്ലയോ എന്നത് സംശയകരമായ കാര്യമാണ്. എന്നാൽ അവർക്ക് അടിമകൾ ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ സ്വന്തം സഹോദരന്മാരെ അടിമകളാക്കിയിരുന്നില്ല എന്ന് കരുതാം. ഗിബെയോന്യർ അങ്ങനെയുള്ളവരായിരുന്നു, ദേവാലയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരുന്നവർ. സ്ഥലം അടിച്ചു വാരുകയും പിച്ചള പാത്രങ്ങൾ തുടച്ചു വൃത്തിയാക്കുകയും അതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്തിരുന്ന ആളുകൾ. 9-ാം അധ്യായത്തിൽ നിന്നും വേറെ ഒരു ശ്രദ്ധേയമായ വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അത് 33-ാം വാക്യമാണ്. 33-ാം വാക്യം, ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി
ആകാരങ്ങളിൽ പാർത്തിരുന്നു. അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റ് ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു. ചില ലേവ്യരുടെ നേതൃത്വത്തിൽ വളരെയേറെ സംഗീതം ആലപിക്കപ്പെട്ടിരുന്നു. ഇസ്രായേലിൽ സംഗീതം വളരെയധികം വളർന്നു പുഷ്ടിച്ചിരുന്നു. ദാവീദ് സംഗീതത്തിൽ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണല്ലോ. വാസ്തവത്തിൽ ദാവീദിനെ ഇസ്രായേലിലെ മധുര ഗായകൻ എന്നാണ് വിളിച്ചിരുന്നത്. സങ്കീർത്തനങ്ങളിൽ അധികവും ദാവീദിനാൽ രചിക്കപ്പെട്ടവയാണ്. ശൗലിൻ്റെ കുടുംബത്തിൻ്റെ വംശാവലിയോടെ ആണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ശൗലിൻ്റെയും അവൻ്റെ പുത്രനായ യോനാഥാൻ്റെയും വംശാവലി ഇവിടെ നൽകിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. ദിനവൃത്താന്ത പുസ്തകങ്ങളിലെ വംശാവലി 9-ാം അധ്യായത്തിൽ അവസാനിക്കുന്നു. തിരുവചനത്തിൽ ലഭിക്കുന്നതിൽ ഏറ്റവും ദീർഘമായ വംശാവലിയാണിത്. ലോക ചരിത്രത്തിലോ സാഹിത്യത്തിലോ തന്നെ ഇതുപോലെയുള്ള വംശാവലി കാണുവാൻ കഴിയുകയില്ല. ഇത് ആദാമിൽ ആരംഭിക്കുകയും യേശുക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ ആദാമിൽ ആരംഭിക്കുകയും അവസാനത്തെ ഒടുക്കത്തെ ആദാമിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ലഭിക്കുന്നതിലേക്ക് ഏറ്റവും വലിയ വംശാവലിയാണിത്. നാം എല്ലാവരും തന്നെ ഒരേ കുടുംബത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് ഈ വംശാവലി നമ്മെ മനസ്സിലാക്കും. മനോഹരമായിരിക്കുന്നില്ലേ? ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ തങ്ങളുടെ വംശാവലി ആദാമിൽ ആരംഭിക്കുന്നതായി ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുകയില്ല. കാരണം AD 70 റോമാ ചക്രവർത്തിയായ തീത്തോസ് ദേവാലയം ചുട്ടു നശിപ്പിച്ചപ്പോൾ വംശാവലികളും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ നാം എല്ലാവരും ആദാമിൽ കൂടി ഉത്ഭവിച്ചു എന്ന് പൊതുവായി പറയുവാൻ കഴിയും. ഈ വംശാവലികൾ ചില ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യമാണ്. ഉദാഹരണമായി കായീനെയും അവൻ്റെ കുടുംബത്തെയും കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ആദാമിന് കായീൻ എന്ന പേരോടുകൂടി ഒരു പുത്രൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെ. എന്നാൽ അവൻ്റെ വംശം അവസാനിച്ചതുകൊണ്ട് ഇവിടെ അവനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. കായീൻ്റെ വംശം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ജലപ്രളയത്തോടുകൂടെ നശിച്ചുപോയി. എല്ലാ വംശാവലികളിലും, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ലഭിക്കുന്ന വംശാവലിയിൽ പോലും ചില കാര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യജാതി എത്ര കാലമായി ഇവിടെ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച ചോദ്യത്തിലേക്ക് ഇത് വെളിച്ചം വീശുന്ന കാര്യമാണ്. മനുഷ്യൻ എത്ര വർഷത്തെ പ്രായമുള്ളവനാകുന്നു? ഈ ജാതി 6000 വർഷങ്ങളിൽ കൂടുതൽ പ്രായം മനുഷ്യജാതിക്ക് ഉണ്ട് എന്നതത്രേ എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അതിൽ കൂടുതൽ വർഷങ്ങളായി മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ആദാമായിരുന്നു. അതെ, ഒരു മനുഷ്യനായിരുന്നു, ഒരു കുരങ്ങായിരുന്നില്ല. മനസ്സിലായല്ലോ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വ്യത്യാസവും കൂടാതെ സാർവത്രികമായ 3 വസ്തുതകൾ ഉണ്ട്. അതെ, അവ എന്താകുന്നു എന്ന് നമുക്ക് ഒന്ന് ചുരുക്കമായി നോക്കാം. ഒന്ന്, ആദാമും അവൻ്റെ എല്ലാ മക്കളും മരിച്ചേ മതിയാകും. ആദിയിൽ ദൈവം ആദാമിനോട് ഇപ്രകാരം പറഞ്ഞു, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ മരിക്കുന്നതിനും അതിനുവേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏക മനുഷ്യനാൽ മരണം ലോകത്തിൽ കടന്നു എന്നും മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്നു എന്നും ഒരിക്കൽ മരിക്കുക എന്നത് മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്നും ദൈവവചനം പറയുന്നു. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഒരു വലിയ ശ്മശാനമാണ്. ദാവീദ് തൻ്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു, സകല പാതകളും ശ്മശാനത്തിലേക്കാണ് നയിക്കുന്നത്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും എന്ന് ദാവീദ് എഴുതിയിട്ടുണ്ട്. ജീവിതമാകുന്ന വഴിയിൽ കൂടി പോകുന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഒരു രാക്ഷസനെ പോലെ മരണം ഈ ഭൂമിയെ പിടിച്ചിരിക്കുകയാണ്. 3 വിധത്തിലുള്ള മരണമുണ്ട്: ശാരീരിക മരണം, ആത്മീയ മരണം, നിത്യമായ മരണം. ഇവ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ശേഷവും 900 വർഷത്തോളം ആദാം ശാരീരികമായി മരിച്ചില്ല എന്നോർക്കണം. എന്നാൽ അപ്പോൾ തന്നെ അവൻ ആത്മീയമായി മരിച്ചു. മരണം എന്നാൽ വേർപാടെന്നാണ് അർത്ഥം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ശാരീരികമായ മരണം. ആത്മീയ മരണം എന്നാൽ മനുഷ്യൻ ദൈവത്തിങ്കൽ നിന്ന് വേർപെടുക എന്നാണ് അർത്ഥം. നിത്യമായ മരണം എന്നതിന് മനുഷ്യൻ ദൈവത്തിങ്കൽ നിന്ന് നിത്യമായി അകലപ്പെടുക എന്നാണ് അർത്ഥം. അതാണ് നരകം, ദൈവം ഇല്ലാത്ത സ്ഥലം. അവിടെ അനുഗ്രഹമോ കരുണയോ ദൈവസ്നേഹമോ ഉണ്ടായിരിക്കുകയില്ല. മറ്റൊരു സാർവത്രിക സത്യം എന്തെന്നാൽ ആദാമും അവൻ്റെ മക്കളെല്ലാവരും പാപികളാകുന്നു എന്നതാണ്. ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പാപം ചെയ്തു എന്നാണ്. എല്ലാവരും മരിക്കുന്നു എന്നതാണ് ഈ പ്രസ്താവനയുടെ തെളിവ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നു, ആദാമിൽ എല്ലാവരും പാപം ചെയ്തു. അബ്രഹാം ഒരു നല്ല മനുഷ്യനായിരുന്നു, എന്നാൽ അബ്രഹാം പാപം ചെയ്തു. ഇസ്മായേൽ അതിൻ്റെ തെളിവാണ്.
യെശയ്യാപ്രവചനം 59 അധ്യായം എല്ലാവരും വായിച്ചിരിക്കേണ്ട അധ്യായമാണ്. അതിൻ്റെ 2 വാക്യം ഞാൻ വായിക്കാം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത്. ആദാമും അവൻ്റെ മക്കളും പാപികളാണ്. അവർ ദൈവത്തിങ്കൽ നിന്ന് അകലപ്പെട്ടിരിക്കുന്നു. ഇനിയും 3-ാമത്തെ ഒരു സാർവത്രിക സത്യം കൂടി ഞാൻ പറയാം. ആദാമും അവൻ്റെ സകല മക്കൾക്കും കരുണ ലഭിച്ചിരിക്കുന്നു എന്നതാണ് അത്. ഹാനോക്ക് രക്ഷപ്പെട്ടു. എങ്ങനെയാണ് ഹാനോക്ക് രക്ഷപ്പെട്ടത്? വിശ്വാസത്താൽ നോഹ ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ്റെ നന്മ പ്രവൃത്തിയല്ല അവനെ രക്ഷിച്ചത്. വിശ്വാസത്താലാണ് നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തത്. വിശ്വാസത്താൽ. അബ്രഹാം ഒരു നല്ല വ്യക്തിയായിരുന്നു, എന്നാൽ അവൻ പാപം ചെയ്തു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. ദാവീദും ഒരു ശ്രേഷ്ഠ ദൈവ മനുഷ്യനായിരുന്നു, എന്നാൽ ദാവീദും പാപം ചെയ്തു. എന്നാൽ വിശ്വാസത്താൽ അവൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം ദാവീദിനോട് കരുണയുള്ളവനായിരുന്നു. ദൈവം കരുണയിൽ സമ്പന്നനാണ്. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ ആളുകൾക്ക് ഇപ്രകാരം എഴുതി: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നുവെന്ന്. അതെ, ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് അവൻ്റെ കരുണപ്രകാരമാകുന്നു. ആ വീണ്ടും ജനനാനുഭവം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ സുഹൃത്തെ? ഇന്നത്തെ ഈ പരിപാടി ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.